Hi all. So in the previous video we have learned about uh, hi all. So in the previous video we have learned about link layer, right? So after link layer we have network layer. Okay, so the second layer is the network layer. Okay, so network layer നെ പറ്റി എന്താ പറയുന്നത്? This is responsible for sending of IP datagrams from the source network to destination network. Okay, അപ്പം ഫോർ എക്സാമ്പിൾ ആലോചിക്കുക, ഇപ്പോൾ വാട്സപ്പിൽ ഞാൻ ഒരു മെസ്സേജ് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയക്കുകയാണ്. സോ ആ മെസ്സേജ് അതായത് ആ ഫ്രണ്ട് വേറൊരു സിറ്റിയിലാണുള്ളത്. ഓക്കെ, സോ ഞാൻ അയക്കുന്ന ഈ ഡാറ്റ എങ്ങോട്ടാണ് പോവാന്നറിയോ? ഈ ഡാറ്റ എങ്ങോട്ടാണ് പോവുക? ഈ ഒരു മെസ്സേജ് അയച്ചാൽ അത് പോണൊരു പ്രോസസ്സാണ് ഈ നെറ്റ്വർക്ക് ലെയറാണ് അതിന് റെസ്പോൺസിബിൾ ആണത്. ഓക്കെ, സോ ഞാൻ അയക്കുന്നൊരു മെസ്സേജ് കറക്റ്റായിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് അത് അയക്കുക എന്നുള്ളത് ഏത് ത്രൂ ആണ് പാസ് ചെയ്യുക? നെറ്റ്വർക്ക് ലെയർ ത്രൂ ആണ് പാസ് ചെയ്യുക. ഓക്കെ, സോ നെറ്റ്വർക്ക് ലെയർ എന്തിനു റെസ്പോൺസിബിൾ ആണ്? IP പാക്കറ്റ്സ് അല്ലേ, അതാണ് IP ഡാറ്റാഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ, IP പാക്കറ്റ്സ്. ഓക്കെ, ഈ IP പാക്കറ്റ്സ് സോഴ്സ് നെറ്റ്വർക്കിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നെറ്റ്വർക്കിലേക്ക് അയക്കലാണ് നെറ്റ്വർക്ക് ലെയറിൻ്റെ മെയിൻ റോള്. ഓക്കെ, network layer performs the host addressing and packet routing. Okay, so we use IPv4 and IPv6 for host identification. Okay, so ഈ നെറ്റ്വർക്ക് ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഗൂഗിൾ മാപ്പ് ഒക്കെ പോലെ അങ്ങനെ ആലോചിക്കുക. അതായത് നമുക്കിപ്പോൾ ഒരു ലൊക്കേഷനിൽ വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു റൂട്ട് കാണിക്കുക ആണല്ലോ. സോ അതേക്കെ പോലെയാണ് പാക്കറ്റ്സിന് ഈ നെറ്റ്വർക്ക് ലെയർ. ഓക്കെ, ഈ പാക്കറ്റ് എവിടെ പോകണം, ഏത് പാത്ത് കൂടെ പോകണം, ഡെസ്റ്റിനേഷനിൽ എങ്ങനെ എത്തും, അതൊക്കെയാണ് ഈ നെറ്റ്വർക്ക് ലെയർ കാണിക്കുക. ഓക്കെ, സോ പിന്നെ IPv4 ഉണ്ട്, IPv6 ഉണ്ട്. ഓക്കെ, സോ IPv4 ആൻഡ് IPv6 ആ ഹൈറാർക്കിക്കൽ IP അഡ്രസ്സിങ് സ്കീംസ്. ഓക്കെ, അപ്പോൾ രണ്ട് IP അഡ്രസ്സിങ് സ്കീംസാണ് IPv4 ആൻഡ് IPv6. ഓക്കെ, അപ്പോൾ ഹോസ്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ പറയണ്ടല്ലോ, നെറ്റ്വർക്ക് ലെയർ പെർഫോം ഹോസ്റ്റ് അഡ്രസ്സിംഗ് ആൻഡ് പാക്കറ്റ് റൂട്ടിംഗ്. ഹോസ്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ ഡിവൈസസിനും എന്താണ് ഒരു യുണീക്കായിട്ടുള്ള ഒരു IP അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ഒരു ഇൻ്റർനെറ്റ് ആയിട്ട് കണക്ട് ചെയ്ത എല്ലാ ഡിവൈസസിനും ഒരു യുണീക്ക് IP അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, ആ IP വെച്ച് ഇപ്പോൾ ലാപ്പിനും ഫോണിനൊക്കെ ഒരു യുണീക്ക് IP ഉണ്ടാവും. ആ IP വെച്ചിട്ടാണ് നമ്മൾ പാക്കറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യുക. പാക്കറ്റ് റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഏതാണ് റൂട്ട് ചെയ്യാൻ, അതായത് റൂട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഗൂഗിൾ മാപ്പൊക്കെ നോക്കുമ്പോൾ ബെസ്റ്റ് റൂട്ടാണ് നമുക്ക് കാണിക്കുക. അതേപോലെ തന്നെ ഈ പാക്കറ്റ് ബെസ്റ്റ് പാത്ത് ഏതാണോ അതിന് പോകാൻ പറ്റിയത് എന്നുള്ള റൂട്ടിംഗ് ആണ് പാക്കറ്റ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ IPv4 IPv6 ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആൻഡ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ അഡ്രസ്സ്, അതായത് IP അഡ്രസ്സ് എന്താണെന്നറിയോ? IP അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താ? IP അഡ്രസ്സ് രണ്ട് ഫോമിലുണ്ട്, IPv4 ആൻഡ് IPv6 ആണ് പറയുന്നത്. ഓക്കെ, ഈ IPv4 എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ് നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു യുണീക്ക് ന്യൂമറിക്കൽ ഒരു അഡ്രസ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉള്ള ഒരു അഡ്രസ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡിവൈസസിനും ഒരു യുണീക്ക് അഡ്രസ്സ് കിട്ടും, നമ്പർ കിട്ടും, അതാണ് IP അഡ്രസ്സ്. ഓക്കെ, സോ അതിൻ്റെ മെയിൻ പേർപ്പസ് എന്താ? അപ്പോൾ ഒരു യുണീക്ക്, ഇപ്പോൾ ഫോൺ നമ്പറൊക്കെ പോലെ യുണീക്കാണ്, ഒരാൾക്കൊരു ഫോൺ നമ്പറേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഒരു ഡിവൈസിന് യുണീക്കായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ഈ IP അഡ്രസ്സ്, ആൻഡ് ഓൾസോ അതിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും. ഓക്കെ, സോ IPv4 ഉണ്ട്, IPv6 ഉണ്ട്. IPv4 എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വേർഷൻ 4 ആണ് IPv4. ഓക്കെ, ആസ് എ ന്യൂമറിക്കൽ ലേബൽ അസൈൻ ടു ഈച്ച് ഡിവൈസ് connected to a network that uses the IP for communication. Okay, so IPക്ക് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഹോസ്റ്റ് ആൻഡ് നെറ്റ്വർക്ക് ഉണ്ട്. ഓക്കെ, സോ IP വേർഷൻ V4. ഓക്കെ, വേർഷൻ 4 ആണ് IPv4 എന്ന് പറയുന്നത്. സോ അതൊരു 32 ബിറ്റ് നമ്പറാണ്. ഓക്കെ, സോ ഈ IPv4 ഓൾഡർ വേർഷനാണ്, IP അഡ്രസ്സിങ്ങിൻ്റെ ഓൾഡർ വേർഷനാണ്, അതിന് 32 ബിറ്റാണ് യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ 32 ബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 4 സംതിങ് ബില്യൺസ് ഓഫ് അഡ്രസ്സസ് ഒക്കെയാണ് 32 ബിറ്റിൽ ഉണ്ടാവുക. 2^32 ചെയ്താൽ എത്രയാണോ അത്ര ബിറ്റ്സാണ്, ഇത്ര ബില്യൺസ് ഓഫ് അഡ്രസ്സസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് കുറേ സ്മാർട്ട് ഡിവൈസസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഈ IPv4 32 ബില്യൺ 4 ബില്യൺ ഓഫ് അഡ്രസ്സസ് ആണ് ഉണ്ടാവുക. അപ്പം ഇപ്പം കുറേ ഡിവൈസസ് നെറ്റ്വർക്ക് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് IP അഡ്രസ്സ് എന്താക്കി, IP അഡ്രസ്സിൻ്റെ അഡ്രസ്സുകൾ നമുക്കിപ്പോൾ ഇനഫ് അല്ല, അതിനേക്കാളും കൂടുതൽ വേണം. അതുകൊണ്ടാണ് IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ ആ പ്രോബ്ലം, അതായത് ഏത് പ്രോബ്ലമാണ് ഇവിടെ ഉണ്ടോ? ബിക്കോസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇൻ്റർനെറ്റ് ആൻഡ് ദ ഡിപ്ലീഷൻ ഓഫ് അവൈലബിൾ IP അഡ്രസ്സസ്, അപ്പോൾ ന്യൂ വേർഷൻ ഓഫ് IP കൊണ്ടുവരാണ്, അതാണ് V6. ഓക്കെ, സോ ഓൾഡർ IPv4 വാസ് 32 ബിറ്റ് ആൻഡ് ഹിയർ IPv6 യൂസ് 128 ബിറ്റ് ഓഫ് IP അഡ്രസ്. ഓക്കെ, അപ്പം വലിയ ഡ്രാസ്റ്റിക് ഇൻക്രീസ് വന്നു.
ഓക്കെ, സോ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ IPv6 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് 128 ബിറ്റാണ്. ഓക്കെ, അപ്പോൾ എക്സ്ട്രീംലി ലാർജ് നമ്പറാണ് ഈ അഡ്രസ്സസ് അല്ലേ. നമുക്ക് കുറേ ഡിവൈസസ് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്തതൊക്കെ വർക്ക് ആവും. ഓക്കെ, സോ IPv6 എന്ന് പറഞ്ഞാൽ അതാണ്. IPv4ൻ്റെ ന്യൂവർ വേർഷനാണ്. ആൻഡ് IPv6 യൂസസ് എ 128 ബിറ്റ് അഡ്രസ് അല്ലേ. IPv6 കണ്ടോ 128 ബിറ്റ് അഡ്രസ്സാണ് യൂസ് ചെയ്യുക അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഇസ് 6LoWPAN. ഓക്കെ, സോ ഇതെന്താണ്? പാൻ എന്താ, വാൻ എന്താ, WP എന്ന് പറഞ്ഞാൽ എന്താ, വയർലെസ് പാൻ അല്ലേ, അറിയാലോ. സോ ഇതെന്താന്ന് നോക്കിയാൽ ഒരു ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ചെറിയൊരു IoT ഡിവൈസ് ആലോചിക്കുക. ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ആലോചിക്കുക അല്ലേ. ഈ ടെമ്പറേച്ചർ സെൻസറൊക്കെ IPv4 ആണോ IPv6 ആണോ അങ്ങനെ നമുക്കറിയോ ഏതാണ് യൂസ് ചെയ്യാമെന്ന്. അത് ഭയങ്കര സ്മോൾ ഡിവൈസാണ്. അപ്പോൾ നമുക്ക് IPv4 മതിയാവും അല്ലേ, IPv6ൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, സോ അതെന്താണ്, സ്മോൾ IoT ഡിവൈസ് ആണ്, കുറച്ച് മെമ്മറി കുറച്ച് ബാറ്ററി ഒക്കെ മതി അല്ലേ. ഇറ്റ് ഈസ് ആൻ ആക്രോണിം ഓഫ് IPv4 ഓവർ ലോ പവർ വയർലെസ് പാൻ അല്ലേ. ലോ പവർ ആണ് LPൻ്റെ ഫുൾ ഫോം അല്ലേ, ലോ പവർ വയർലെസ് പാൻ. പാൻ എന്താ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, സോ ഈ 6LoWPAN എന്താ, അതെന്താണെന്ന് വെച്ചാൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പ്, നെയിം ഓഫ് എ കൺക്ലൂഡഡ് വർക്കിംഗ് ഗ്രൂപ്പ് ഇൻ ദ ഇൻ്റർനെറ്റ് ഏരിയ ഓഫ് IETF. ഓക്കെ, സോ ഈ IPv4 IPv6 ഓവർ ലോ പവർ ഏരിയാസ് ആണ് ഈ 6LoWPAN. ഓക്കെ, സോ ഈ പ്രോട്ടോക്കോൾ എന്തിനാണ്, സ്മോളസ്റ്റ് ഡിവൈസസ് അല്ലേ വിത്ത് ലിമിറ്റഡ് പ്രോസസ്സിംഗ് എബിലിറ്റി ടു ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ വയർലെസ് യൂസിങ് എ നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. അപ്പോൾ സ്മോളർ ഡിവൈസസിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഇത്. ഓക്കെ, സോ ദിസ് കാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് 802.15.4 നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ, മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇത് ഡിവൈസസ് ആൻഡ് ആസ് വെൽ ആസ് അതർ ടൈപ്പ് ഓഫ് ഡിവൈസസ് ഓൺ IP ലൈക്ക് വൈഫൈസ്, ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ വേറെ IP അഡ്രസ്സസിനൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആഫ്റ്റർ നെറ്റ്വർക്ക് ലെയർ വി ഹാവ് ട്രാൻസ്പോർട്ട് ലെയർ അല്ലേ. നെറ്റ്വർക്ക് ലെയറിന് നേരെ ട്രാൻസ്പോർട്ട് ലെയറിലേക്കാണ് പോവുക. ഓക്കെ, സോ എന്താ ട്രാൻസ്പോർട്ട് ലെയർ? ട്രാൻസ്പോർട്ട് ലെയർ എന്താ, ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ. എന്തിനാണ്, ഒരു ഡാറ്റ ഇപ്പം നമ്മൾക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കണം, അതിൻ്റെ റൂട്ടൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ലെയർ പറഞ്ഞു തന്നില്ലേ. പിന്നെ നമുക്ക് ആ ഡാറ്റ കംപ്ലീറ്റ്ലി അവിടെ എത്തിക്കണോ അത് നമുക്ക് കൺഫേം ചെയ്യണം അല്ലേ, ഡാറ്റ അവിടെ എത്തിക്കണം, അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ട്രാൻസ്പോർട്ട് ലെയർ. ഓക്കെ, സോ ദിസ് ലെയർ പ്രൊവൈഡ്സ് ഫംഗ്ഷൻ സച്ച് ആസ് എറർ കൺട്രോൾ, സെഗ്മെൻറ്റേഷൻ, ഫ്ലോ കൺട്രോൾ ആൻഡ് കൺജഷൻ കൺട്രോൾ. സോ ദിസ് ലെയർ protocol provide end-to-end message transfer capability independent of the underlying network. ഓക്കെ, സോ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു എൻഡ് ടു എൻഡ് കമ്മ്യൂണിക്കേഷൻ ആണല്ലേ. അതായത് ഇപ്പോൾ രണ്ട് ഡിവൈസസ്, ഇപ്പോൾ നമ്മളൊരു കൊറിയർ സർവീസൊക്കെ പോലെ അല്ലേ, നമ്മളിപ്പോൾ ഒരു സാധനം ഒരു പാക്കറ്റ് അയച്ചാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബുക്ക് അയച്ചു നമ്മൾ, അപ്പോൾ ആ ബുക്കിൽ എല്ലാ പേജും ഉണ്ടോ, എല്ലാ ഡാറ്റയും അതേപോലെ തന്നെ ഉണ്ടോ, മിസ്സായണോ എന്നൊക്കെ കൺഫേം ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത് എറർ ചെക്കിങ്, സെഗ്മെൻറ്റേഷൻ, ഫ്ലോ കൺട്രോൾ. അതായത് ഇപ്പം നമ്മളൊരു 10 പേജാണ് അയച്ചത്, ആ പേജ് ഇങ്ങനെ 1 2 3 4 5 ഓർഡറിലാണ് വിചാരിക്കുക 10 വരെ. അപ്പോൾ പേജ് ആ ഓർഡറിൽ തന്നെ പോയത് അല്ലെങ്കിൽ 1 കഴിഞ്ഞിട്ട് പിന്നെ 7 പിന്നെ 9 അങ്ങനെ ഓർഡറിൽ തെറ്റിയിട്ടാണോ പോയതെന്നൊക്കെ നോക്കലാണ് ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഡ്യൂട്ടി. ഓക്കെ, സോ ഈ സെഗ്മെൻറ്റേഷൻ, എറർ കൺട്രോൾ, ഫ്ലോ കൺട്രോൾ ആൻഡ് കൺജഷൻ കൺട്രോളാണ് മെയിൻ റൂൾ എന്ന് പറയുന്നത് അല്ലേ. ആ സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് വലിയ ഡാറ്റ സെറ്റ് ഒറ്റൊരു സ്ട്രെച്ചിൽ അയക്കാൻ പറ്റില്ല. അപ്പോൾ സെഗ്മെൻറ്റ്സ് ആക്കും അല്ലേ, സ്മോളർ പാക്കറ്റ്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് ഇപ്പോൾ നമ്മളൊരു വലിയ GB വീഡിയോ നമ്മൾ ബ്രോക്കൺ ആക്കിയിട്ട് സെൻഡ് ചെയ്യണമൊക്കെ പോലെ. പിന്നെ എറർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ മിസ് ചെയ്തിടണോ പാക്കറ്റ്സ്, റിസീവ് ചെയ്തത് കറക്റ്റ് ആണോ എന്നൊക്കെ. ഫ്ലോ കൺട്രോൾ ഇതേപോലെ തന്നെ, അതായത് ഫ്ലോ ഹാൻഡിൽ ചെയ്യുക, ഡാറ്റാസ് സ്ലോ ആയിട്ട് സെൻഡ് ചെയ്യുക. ഓക്കെ, പിന്നെ കൺജഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ട്രാഫിക്കൊക്കെ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്തിട്ട് ട്രാഫിക് ഉണ്ടോ എന്നൊക്കെ കൺജഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതാണ് അത്. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ട് ലെയറിൽ മെയിനായിട്ട് 2 കണ്ടൻസ് ആണുള്ളത്, TCP ആൻഡ് UDP അല്ലേ. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. ഓക്കെ, സോ ഇപ്പം ആലോചിക്കുക, നമ്മളിപ്പോൾ ഒരു PDF നമ്മളൊരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ പേജും വേണം. അതാണ് TCP. അതായത് അവിടെ എന്താണോ ആ സൈറ്റിൽ കൊടുത്തത് സെയിം സാധനം നമുക്ക് കിട്ടണം, അതാണ് TCP. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ ഭയങ്കര റിലയബിൾ ആവണം, ഓർഡർ കറക്റ്റ് ആവണം, അതിലുള്ള പേജസ് മിസ്സാവരുത്, ഏത് PDF ആണോ അതിലുള്ളത് കറക്റ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റണം, അത്ര ആലോചിച്ചാൽ മതി. അപ്പോൾ TCP എന്ന് പറഞ്ഞാൽ അതായത് ഡയറക്റ്റ് ഇവർ തമ്മിൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഓക്കെ, ആദ്യം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യും, എന്നിട്ടാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. അപ്പോൾ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ അത് അവിടെ എത്തിയണോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, UDP എന്ന് പറഞ്ഞാൽ യൂസർ ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ.
അപ്പോൾ TCP എന്താണ്, കണക്ഷൻ ഓറിയൻറ്റഡ് ആണ് അല്ലേ. അതേപോലെ ട്രാക്കിംഗ് നമ്പർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. എറർ ചെക്കിങ്, പാക്കറ്റ് റീട്രാൻസ്മിഷൻ, അതായത് ഇപ്പോൾ ഒരു പാക്കറ്റ് അവിടെ എത്തിയില്ലെങ്കിൽ അത് പിന്നെയും റീട്രാൻസ്മിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ. ഈ UDP എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല, അവിടെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു പാക്കറ്റ് അയച്ചാൽ അത് അവിടെ എത്തിയണോ ഇല്ലയെന്നും നമുക്കറിയില്ല. കാരണം അവിടെ ഒരു കണക്ഷൻ ഓറിയൻറ്റഡ് അല്ല. ആദ്യം ഒരു കണക്ഷൻ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യൂല. ആ ഒരു കണക്ഷനും ഇല്ലാതാണ് ഡാറ്റ അയക്കുക. അപ്പോൾ നമുക്ക് അവിടെ എത്തിയണോ ഇല്ലേ ഒന്നും അറിയില്ല അല്ലേ. അവിടെ എത്തിയണോ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ മിസ്സായണോ ലോസ്റ്റ് ആയണോ ഒന്നും നമുക്കറിയില്ല അല്ലേ. അതാണ് UDP. സോ UDP is a transport layer protocol. UDP is a part of IP, refers to UDP IP suite. Okay, so unlike TCP, it is unreliable. Okay, അപ്പം ഫോർ എക്സാമ്പിൾ ആയിരിക്കും നമുക്ക് അറിയാത്ത ഒരാളായിട്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മീൻസ് ഒരു സാധനം അയക്കണം, നമുക്ക് അഡ്രസ്സ് ഒന്നും അറിയില്ല, നമുക്ക് ഡെസ്റ്റിനേഷൻ ഏതാ അറിയാമല്ല, ജസ്റ്റ് അങ്ങോട്ട് അയക്കുക, ഓരോ ഫോൺ നമ്പർ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് അവിടെ എത്തിയോ ഇല്ലയെന്നൊന്നും അറിയില്ല അല്ലേ. അതേപോലെയാണ് UDP. TCP എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടേ അയക്കുള്ളൂ. ഓക്കെ, അതാണ് TCP UDP തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പോർട്ട് ലെയർ, ആദ്യം നെറ്റ്വർക്ക് ലെയർ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ലെയർ പറഞ്ഞു, ഇനി ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞാലാണ് യൂസർ കാണുക അല്ലേ. നമ്മളൊരു സാധനം യൂസ് ചെയ്യുമ്പം നമ്മൾ കാണുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ ലെയർ. ഓക്കെ, സോ ഈ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഡാറ്റയാണ് ആപ്ലിക്കേഷൻ ലെയറിലേക്ക് പോവുക. ഓക്കെ, ഇപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു ബ്രൗസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ നമ്മൾ യൂസർ കാണല്ലേ, അതൊക്കെയാണ് ആപ്ലിക്കേഷൻ ലെയർ. So application layer protocols define how the application interface with the lower layer protocols to send over the network. Okay, സോ ലോവർ ലെയർ ആണ്, മീൻസ് യൂസേഴ്സിന് എല്ലാവർക്കും കാണാൻ പറ്റിയതാണല്ലേ. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താക്കാണ് അത് കാണാം കറക്റ്റ്. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ ഒരു ആപ്ലിക്കേഷൻ ലെയറാണ്. ഓക്കെ, പിന്നെ HTTP പറയുന്നുണ്ട്, COAP പറയുന്നുണ്ട് അല്ലേ. അത് ഓരോന്ന് എന്താ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് HTTP. ഓക്കെ, സോ ഇപ്പം നമ്മളൊരു സൈറ്റ് എടുക്കുകയാണ്, അത് അവിടെ ഏത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യണതെന്ന് അറിയാം. ഇപ്പോൾ ഒരു സാധാരണ വെബ് ബ്രൗസറൊക്കെ എടുക്കുകയാണെങ്കിൽ അവിടെയൊക്കെ HTTP ആണ് യൂസ് ചെയ്യുന്നത്. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. ഓക്കെ, ഇതൊരു ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോളാണ്. മീഡിയാസ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാനാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ഈ വെബ് സെർവേഴ്സ്, വെബ് ബ്രൗസേഴ്സൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ HTTP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ക്ലയൻറ്റ് സെർവർ മോഡലാണിത്. ലൈക്ക് ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കും, ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യണ വരെ വെയിറ്റ് ചെയ്യും, റിക്വസ്റ്റ് കഴിഞ്ഞാൽ അതിന് റെസ്പോൺസ് കൊടുക്കും. അങ്ങനത്തെ ഒരു മോഡലാണ് ഈ HTTP അല്ലേ. സോ HTTP ഇസ് എ സ്റ്റേറ്റ്ലെസ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്താ സ്റ്റേറ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരാൾ, അതായത് ഇപ്പോൾ ഞാൻ ഒരു വട്ടം റിക്വസ്റ്റ് അയച്ച്, ഇപ്പോൾ ഞാൻ ഗൂഗിളിലേക്ക് ഫസ്റ്റ് ഒരു വട്ടം സെർച്ച് ചെയ്ത്, പിന്നെ ഞാൻ ക്ലോസ് ചെയ്ത് പിന്നെയും സെർച്ച് ചെയ്ത്, അപ്പോൾ പുതിയ പോലെ വരും അല്ലേ. അപ്പോൾ ഈ സൈറ്റ് എന്താണ്, അതായത് സെർവർ എന്താണ്, റിമെമ്പർ ചെയ്ത് വെക്കില്ല, നമ്മൾ പുതിയ റിക്വസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ആക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, അതാണ് സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ COAP ഉണ്ട്. COAPൻ്റെ ഫുൾ ഫോം എന്താണ്, കൺസ്ട്രെയിൻഡ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ അല്ലേ. കൺസ്ട്രെയിൻഡ് അല്ലേ, കൺസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞ ടേം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് അല്ലേ. സോ ഇറ്റ്സ് എ സ്പെഷ്യലൈസ്ഡ് ഇൻ്റർനെറ്റ് ആപ്ലിക്കേഷൻ പ്രോട്ടോക്കോൾ ഫോർ കൺസ്ട്രെയിൻഡ് ഡിവൈസസ്. ഓക്കെ, കൺസ്ട്രെയിൻഡ് ഡിവൈസസ്, ഒരു ടൈനി ഡിവൈസസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടെമ്പറേച്ചർ സെൻസർ ഭയങ്കര ചെറുതാണ്, ചെറിയ മെമ്മറി, ചെറിയ ബാറ്ററി യൂസേജ്, ചെറിയ പ്രോസസ്സിങ് പവർ, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അതിന് നമുക്കൊരു HTTP യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം HTTP അത്ര സ്മോൾ ഡിവൈസസിന് സ്യൂട്ടബിൾ അല്ല. അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ലെയറിലുള്ള പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്, COAP അല്ലേ. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതെന്താ, ലൈറ്റ് വെയ്റ്റ്, ഫാസ്റ്റ്, അങ്ങനത്തെ ചെറിയ ഡിവൈസസിനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് എനേബിൾസ് ഡിവൈസ് ടു കമ്മ്യൂണിക്കേറ്റ് ഓവർ ദ ഇൻ്റർനെറ്റ്. ദ പ്രോട്ടോക്കോൾ എസ്പെഷ്യലി ടാർഗറ്റ് ഫോർ കൺസ്ട്രെയിൻഡ് ഹാർഡ്വെയർ സച്ച് ആസ് 8-bit മൈക്രോ കൺട്രോളർ, ചെറിയ ഡിവൈസസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വെബ് സോക്കറ്റ് പറയുന്നുണ്ട്. വെബ് സോക്കറ്റ് എന്താ, അതായത് ഇപ്പോൾ HTTP ഒരു റിക്വസ്റ്റ് അയക്കും, എന്നിട്ട് അതിനൊരു റെസ്പോൺസ് കിട്ടും അല്ലേ. അങ്ങനെയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഗൂഗിളിൽ കയറിയിട്ട് KTU ലോഗിൻ അടിക്കുകയാണ്, അപ്പോൾ അവിടെ ഒരു HTTP റിക്വസ്റ്റ് കൊടുത്ത്, അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ആയാൽ അതൊരു റെസ്പോൺസാണ് അല്ലേ. അങ്ങനെയാണ്. ഓക്കെ, സോ ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. ഓക്കെ, അപ്പം മെസ്സേജ് വന്നപ്പം എന്താണ്, നമുക്കത് റീഫ്രഷ് ചെയ്യാതെ തന്നെ താനേ മെസ്സേജ് വരും അല്ലേ. അതാണ് വെബ് സോക്കറ്റ്. വെബ് സോക്കറ്റ് പ്രോട്ടോക്കോൾ എനേബിൾസ് 2-way communication between client running untrusted code in a controlled environment to remote hosts that have opted into communications from that code. ഓക്കെ, സോ അതൊരു 2-way കമ്മ്യൂണിക്കേഷനാണ്, റിയൽ ടൈം ആയിട്ട് നടക്കുന്നതാണ് അല്ലേ. ഇപ്പം ഒരു വീട്ടിൽ ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ടെങ്കിൽ ടെമ്പറേച്ചർ താനേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കില്ലേ. അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ ഗൂഗിളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു സാധനം പിന്നെ നോക്കണേ, അത് ഫസ്റ്റ് തൊട്ട് അപ്ഡേറ്റ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് നമ്മളത് റീഫ്രഷ് ചെയ്ത് ചെയ്യണം. പക്ഷേ വാട്സപ്പിലൊക്കെ നമുക്ക് താനേ മെസ്സേജ് വന്നുകൊണ്ടിരിക്കും അല്ലേ. അതാണ് ഒരു വെബ് സോക്കറ്റ്. പിന്നെ MQTT
ഓക്കെ. MQTT എന്ന് പറഞ്ഞാൽ എന്താ? MQTT is a മെഷീൻ ടു മെഷീൻ അല്ലേ, മെഷീൻ ടു മെഷീൻ IoT ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് കണക്ടിവിറ്റി പ്രോട്ടോക്കോളാണ്. സോ അത് എക്സ്ട്രീംലി ലൈറ്റ് വെയ്റ്റ് ഡിവൈസസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പം എന്താണ് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു IoT ഡിവൈസസ് ഉണ്ട്, ചെറിയ സെൻസേഴ്സൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ വേറൊരു ഡിവൈസ് വെച്ചിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. സോ ആ ഇടയിലുള്ള ഡിവൈസാണ് എന്ത്, ഈ MQTT. ഓക്കെ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പബ്ലിഷ് ഓർ സബ്സ്ക്രൈബ് അല്ലേ. പബ്ലിഷ് ഓർ സബ്സ്ക്രൈബ് എന്താ, ഈ പബ്ലിഷാണ് ഈ ബ്രോക്കർ എന്ന് പറഞ്ഞ പേഴ്സണാണ് ഇൻ മിഡിൽ ഉണ്ടാവുക. ബ്രോക്കർക്ക് കൊടുക്കും, ബ്രോക്കറാണ് സബ്സ്ക്രൈബർക്ക് കൊടുക്കുക. അതാണ് പബ്ലിഷ് ഓർ സബ്സ്ക്രൈബർ മോഡൽ. ഓക്കെ. സോ ഇപ്പോൾ ആലോചിക്കുക, ഒരു ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്. ആ ടെമ്പറേച്ചർ സെൻസർ ഒരു 30 ഡിഗ്രി സെൻസ് ചെയ്യും. ആ സെൻസ് ചെയ്ത വാല്യൂ ബ്രോക്കറിന് റിസീവ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ സെൻസർ എന്താക്കും, ഈ 30 ഡിഗ്രി പബ്ലിഷ് ചെയ്യും അല്ലേ. ആ പബ്ലിഷ് ചെയ്ത വാല്യൂ നടുവിലുള്ള ബ്രോക്കർ എടുക്കും. എന്നിട്ട് പിന്നെ ആ ബ്രോക്കർ എന്താക്കും, ഈ വാല്യൂ സബ്സ്ക്രൈബ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ. പിന്നെ XMPP, എക്സ്റ്റെൻസിബിൾ മെസ്സേജ് ആൻഡ് പ്രസൻസ് പ്രോട്ടോക്കോൾ. ഓക്കെ. ഇതെന്താണ്, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ആസ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾ ഫോർ മെസ്സേജ് ഓറിയൻറ്റഡ് മിഡിൽ വെയർ ബേസ്ഡ് ഓൺ XML. XML നിങ്ങൾക്കറിയില്ലേ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അല്ലേ XML ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സോ ഇപ്പോൾ ഒരു ഗൂഗിൾ ടോക്ക് ഒക്കെ ഇല്ലേ, പണ്ടത്തെ ഓൾഡ് വേർഷൻസിലൊക്കെ, അതിലൊക്കെ അങ്ങനത്തെ ഒക്കെ സിസ്റ്റത്തിലാണ് ഇത് യൂസ് ചെയ്യുക. സോ നിയർ റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് സ്ട്രക്ചേർഡ് യെറ്റ് എക്സ്റ്റെൻസിബിൾ ഡാറ്റ ബിറ്റ്വീൻ 2 or more നെറ്റ്വർക്ക് എൻറ്റിറ്റീസ് വെച്ചിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടത്തുക. ഓക്കെ. പിന്നെ DDS ഉണ്ട്. DDS എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ സർവീസ്. ഇറ്റ്സ് എ മിഡിൽ വെയർ പ്രോട്ടോക്കോൾ ആൻഡ് API സ്റ്റാൻഡേർഡ് ഫോർ ഡാറ്റ സെൻട്രിക് കണക്ടിവിറ്റി ഫോർ ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ്. ഓക്കെ. അപ്പോൾ ഇതെന്താണ്, ഈ DDS എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നല്ല ഫാസ്റ്റ് ആവണം, അതേപോലെ റിലയബിൾ ആവണം, റിയൽ ടൈം ആവണം, അങ്ങനെ ഒക്കെ പെർഫെക്റ്റ് ആവണം എന്നുള്ളിടത്താണ് നമ്മൾ DDS യൂസ് ചെയ്യുക. ഇപ്പോൾ ഈ കാറിൻ്റെ എയർ ബാഗ് സിസ്റ്റം, റോബോട്ടിക്സ്, AI, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷനൊക്കെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഓക്കെ. പിന്നെ AMQP എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് മെസ്സേജ് ക്യൂ പ്രോട്ടോക്കോൾ. ഓക്കെ. ഇതൊരു ക്യൂ പ്രോട്ടോക്കോളാണ്. പേര് നമുക്ക് മനസ്സിലാവുക, ക്യൂ പ്രോട്ടോക്കോളാണ് അല്ലേ. സോ ഇതെന്താണ്, ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു ഓഫീസിൽ കുറേ എംപ്ലോയീസ് ഉണ്ട് വിചാരിക്കുക. ഈ എംപ്ലോയീസൊക്കെ ഓഫീസിലേക്ക് ഒരൊറ്റ ഓഫീസുള്ളൂ, ആ ഓഫീസിലേക്ക് ഇങ്ങനെ ഡോക്യുമെൻ്റ് അയക്കാണ്. ഓക്കെ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ അയക്കണ പകരം മീൻസ് എല്ലാവരും ഇങ്ങനെ അയക്കുമ്പം ഇങ്ങനൊരു ഫ്ലോ ഇല്ലാതെ പോകും. അപ്പോൾ എങ്ങനെയാണ്, ക്യൂ ആണ് ഉണ്ടാവുക. അതായത് ഒരാൾ ഡോക്യുമെൻ്റ് അയച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ക്യൂവിൽ നിൽക്കും. എന്നിട്ട് അടുത്തത് അങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ഫോം ചെയ്യാണ് ചെയ്യുക. ക്യൂ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഡാറ്റ സ്ട്രക്ചറിൽ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ. അപ്പം ഇപ്പോൾ ഇപ്പം കുറേ ആൾക്കാർ എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒറ്റ സമയത്ത് അയക്കണതിന് പകരം ക്യൂ ആയിട്ട് അയക്കും. അതാണ് ഈ AMQP. ഓക്കെ. ഇപ്പോൾ ബാങ്കിങ്ങിലൊക്കെ നമ്മളെന്താ ഒരു എമൗണ്ട് ഇപ്പം സെൻഡായി റിസീവ് ആയില്ലെങ്കിലും ബാക്കിൽ നമ്മൾ അയക്കുന്ന എമൗണ്ടൊക്കെ അവിടെ ക്യൂ ആയി നിൽക്കുകയാണ് ചെയ്യുക, പെൻഡിങ്ങിൽ പ്രോസസ്സിങ്ങിലൊക്കെ നിൽക്കുകയാണ് ചെയ്യുക. ഓക്കെ. അതാണ്. സോ ഇവിടെ എന്താണ്, ഒരു ക്യൂ മോഡലിൽ മെസ്സേജുകൾ സേവ് മെസ്സേജസ് അല്ലേ. ഓക്കെ. അതാണ് ഈ AMQP പറയുന്നത്. ഓക്കെ. സോ ഇതാണ് ലെയേഴ്സ് അല്ലേ. ഈ നമ്മുടെ IoT പ്രോട്ടോക്കോൾസിലുള്ള ലെയേഴ്സ് നമ്മൾ പറഞ്ഞു. ലിങ്ക് ലെയർ പറഞ്ഞു, നെറ്റ്വർക്ക് ലെയർ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ലെയർ പറഞ്ഞു, TCP UDP ഒക്കെ, പിന്നെ ആപ്ലിക്കേഷൻ ലെയറും പറഞ്ഞു. ഓക്കെ.